തിരുവനന്തപുരത്ത് നിന്നുള്ള 2 NDA സ്ഥാനാർത്ഥികളുടെ ലവ് ജിഹാദ് പരാമർശമാണ്. അതിപ്പോൾ ഇവിടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ നന്ദു? ഞങ്ങളല്ല ആദ്യമായി കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നത്. അത് 2026 അല്ല പറയുന്നത്. അത് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. സഖാവ് VS ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതിന്റെ കോണ്ടക്സ്റ്റ് മാറി അതിനുശേഷം കേന്ദ്രത്തിൽ ഇത്ര വർഷക്കാലം കേന്ദ്രത്തിൽ ഈ ഇത്ര വർഷക്കാലം സംസാരിച്ചപ്പോ അത് വിശുദ്ധമായ പശുവും അത് ഇന്ന് പ്രസക്തമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് വർഗീയതയുമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് പറയുമ്പോൾ ബിജെപിക്കാരൻ അതേ വിഷയം പറഞ്ഞാൽ അത് വർഗീയവും അത് ഏത് കോണ്ടക്സ്റ്റിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കേരളത്തിനകത്ത് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് സ്റ്റേറ്റ് ചെയ്തതിൽ കേരളത്തിന്റെ മുൻ DGPമാരടക്കമുള്ളവരുണ്ട്. അവരെല്ലാം പറഞ്ഞത് കേരളത്തിനകത്ത് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം ഇല്ലെങ്കിൽ അവരത് പറയും. ഇനി അതിനും അപ്പുറത്ത് ശരി ഞങ്ങൾ വർഗീയവാദികൾ, ഞങ്ങൾ എല്ലാവരും വർഗീയവാദികളാണ്, BJPക്കാർ മുഴുവൻ വർഗീയവാദികളാണ്, നിങ്ങൾ എടുത്തോ. എന്നാലും കേരളത്തിനകത്തെ സഭകൾ ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിനകത്തെ സഭകൾ അവരുടെ കുട്ടികളോട് കൃത്യമായി ഇങ്ങനെ ഒരു ഇര വല വീശി വിരിച്ചിരിക്കുന്നു, നിങ്ങൾ ആ വലയിൽ പോയി പെടരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയമായതുകൊണ്ടാണോ? ഇത് സ്വാഭാവികമായി കേരളത്തിന്റെ പൊതുസമൂഹം പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതല്ലേ. ഞങ്ങളുടെ കുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോകാൻ അവർ വരുമ്പോ ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് ബഹുമാനപ്പെട്ട പല സഭകളുടെയും പിതാക്കന്മാർ അവരുടെ പല ഘട്ടങ്ങളിലുള്ള പ്രസംഗങ്ങളിൽ അവർക്ക് പറയേണ്ടി വന്നില്ലേ? ഇതൊക്കെ ഇല്ലാത്ത കാര്യം ഞങ്ങൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടുവന്നതാണ്.